ആലപ്പുഴ പുന്നപ്രയിൽ ദിനേശിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കിരണിന്റെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്തിട്ടുണ്ട്. പിതാവ് കുഞ്ഞുമോൻ, മാതാവ് അശ്വതി എന്നിവരാണ് കേസിലെ 2ഉം 3ഉം പ്രതികൾ. വ്യക്തിവൈരാഗ്യമാണ് അമ്മയുടെ സുഹൃത്തായ ദിനേശിനെ കൊലപ്പെടുത്താൻ കിരണിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പിന്നാലെയാണ് അച്ഛനെയും അമ്മയെയും ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നതും. ഇപ്പോൾ ഈ അച്ഛനും അമ്മയും, കിരൺ 1ാം പ്രതിയും അച്ഛനും അമ്മയും 2ഉം 3ഉം പ്രതികളാണ്. കിരണിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുമുണ്ട്. ആലപ്പുഴ പുന്നപ്രയിലാണ് ഈ സംഭവം ഉണ്ടായത്. അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ചോക്കടിപ്പിച്ചു കൊന്ന വിവരം ഇന്നലെ ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. ഇതിലാണിപ്പോൾ അച്ഛനെയും അമ്മയും കൂടി പോലീസ് 2ഉം 3ഉം പ്രതികളാക്കിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ്. ഈ മരിച്ച ദിനേശിന്റെ മരണശേഷവും ഈ വീട്ടുകാർ ഈ ദിനേശിന്റെ വീട്ടിൽ പോവുകയും ആ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും സജീവമായ എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് പോലീസ് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ വന്ന അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. ദേവൻ MP ഉണ്ട് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. ഈ ദേവൻ ഇന്ന് ഈ കിരണിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനൊപ്പമാണ് കിരണിന്റെ അച്ഛനെയും അമ്മയെയും ഇപ്പോൾ 2ഉം 3ഉം പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവരിൽ ആരോപിക്കുന്ന കുറ്റം എന്താണ്? തെളിവ് നശിപ്പിക്കൽ അടക്കമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ പുതിയതായി? കഴിഞ്ഞ ദിവസമാണ് കിരണിനെ കസ്റ്റഡിയിലെടുത്ത് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷമാണ് ഈ കൊലപാതകത്തിൽ കിരണിന്റെ മാതാപിതാക്കൾ കൂടി പങ്കുണ്ടെന്നുള്ള കാര്യം, കൊലപാതക വിവരം അറിഞ്ഞത് മറച്ചു വെച്ചു. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ദിനേശിനെ പുരയിടത്തിലേക്ക് മറവ് ചെയ്യാനായി സഹായിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ കിരണിന്റെ പിതാവിന് അടക്കം ഉള്ളത്. ഈ ഒരു കാരണം വെച്ചുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ 2ഉം 3ഉം പ്രതികളായിട്ട് ഇപ്പോൾ കേസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കൊലപാതകത്തിൽ ഇപ്പോൾ ആകെ 3 പ്രതികളാണ്. 1ാം പ്രതി കിരൺ, 2ാം പ്രതി കിരണിന്റെ പിതാവ് കുഞ്ഞുമോൻ, 3ാം പ്രതി കിരണിന്റെ അമ്മ അശ്വമ്മ. അങ്ങനെ 3 പ്രതികളാണ് ഇപ്പോൾ ഈ കേസിലുള്ളത്. ഇവരെ 3 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ 3 പേരെയും ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഇന്നലെ തെളിവെടുപ്പ് നടന്ന അതേ സ്ഥലത്ത് ഇന്ന് ഒന്നുകൂടി എത്തിച്ചുകൊണ്ട് ഈ 3 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു തെളിവെടുപ്പ് നടക്കുമെന്നും പറയുന്നു. മാത്രമല്ല ഈ കേസിന്റെ ഒരു വിശദീകരണം പോലീസ് നൽകുന്നത് ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊല്ലപ്പെട്ട ദിനേശിനെ ഇതിനു മുമ്പും വധിക്കാനായി കിരൺ പദ്ധതി ഇട്ടിരുന്നു. വർഷങ്ങളായിട്ടുള്ള ഒരു ഇവർ തമ്മിലുള്ള ഒരു പക നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു അതായത് ഈ അച്ഛന്റെയും അമ്മയുടെയും അറിവോടുകൂടി ആസൂത്രണമായി നടപ്പാക്കിയ കൊലപാതകം അങ്ങനെയാണോ? ഇപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രി ദിനേശൻ എത്തുന്ന വിവരം ഈ കിരൺ അറിയുന്നത് അമ്മയുടെ മൊബൈലിൽ വന്ന മെസ്സേജിലൂടെയാണ് ഈ ദിനേശൻ വീട്ടിലേക്ക് എത്തുന്ന വിവരം അറിയുന്നത്. തുടർന്നാണ് ഈ വീടിന് പിന്നിൽ ഈ മീറ്ററിൽ നിന്നും, വൈദ്യുതി മീറ്ററിൽ നിന്നും ഒരു ഇലക്ട്രിക് വയർ അതിന് താഴെയുള്ള വീടിന് പിറകുവശത്തുള്ള ഒരു ഈ ജലാശയം, ജലക്കെട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വയർ എടുത്തിടുന്നു. അങ്ങനെ ഒരു കെണിയാണ് അവിടെ ഒരുക്കിയിരുന്നത്. സ്വാഭാവികമായി ഈ വെള്ളത്തിൽ ആരെങ്കിലും എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷോക്ക് ഏൽക്കും. ആ ഒരു രീതിയിലുള്ള കെണിയായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. അങ്ങനെ എത്തിയ ദിനേശൻ ആദ്യം ഷോക്ക് അടിച്ച് അവിടെ വീഴുന്നു. തുടർന്ന് ഈ മരണം ഉറപ്പിക്കാനായി വീണ്ടും ഈ വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ദിനേശന്റെ ദേഹത്തേക്ക് വയർ വെച്ചുകൊണ്ട് വീണ്ടും ഷോക്ക് അടിപ്പിച്ചുകൊണ്ടാണ് ഈ കിരൺ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഈ കൊലപാതകം നടന്ന ശേഷം കിരണും കിരണിന്റെ പിതാവും കൂടി ഈ ദിനേശന്റെ മൃതദേഹം ഈ അടുത്ത് തന്നെയുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെയായിട്ട് മാറ്റിയിടാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം അത് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് മരണം എന്നുള്ള രീതിയിൽ ആൾക്കാർ കരുതിയിരുന്ന, അല്ലെങ്കിൽ നാട്ടുകാർ കരുതിയിരുന്ന എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു ആദ്യം ഇവർ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ഈ രാത്രി സമയത്ത് അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ ഒരു 100 മീറ്റർ അകലെയുള്ള ഒരു ഒഴിഞ്ഞ പുരയിടത്തേക്ക് ഈ ദിനേശന്റെ മൃതദേഹം കൊണ്ടിടുന്നത്. ഇതിൽ ഇപ്പോഴും നമുക്ക് കിട്ടേണ്ട ഒരു ഉത്തരം, ഈ ഒരു മരണവിവരം അറിഞ്ഞിരുന്നിട്ട് ഈ പിതാവിനും കിരണിനും വ്യക്തമായി ഈ കൊലപാതകത്തെ കുറിച്ച് ധാരണയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ 1ാം പ്രതിയായിട്ടുള്ള കിരണിന്റെ പിതാവ് കുഞ്ഞുമോൻ ഈ കൊലപാതകത്തിൽ കിരണിനെ നേരിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കിരണിന്റെ അമ്മ ഈ വിവരം അറിഞ്ഞിട്ട് മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ, അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷമാണോ കിരണിന്റെ അമ്മ ഈ വിവരം അറിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഇനി വ്യക്തത വരേണ്ടത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാകും. 3 പേരെയും ഇന്ന് രാവിലെ തന്നെ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമെല്ലാം നടക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ 3 പേരെയും കൊണ്ടുവരും. ഇവരെ 3 പേരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു തെളിവെടുപ്പായിരിക്കും നടത്തുക. ഈ
പുരയിടത്തിൽ നിന്നും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ഇലക്ട്രിക് വയറുകൾ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസവും വൈകുന്നേരം വരെയും അവർ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ ദിനേശിന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ശരി ദേവനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ അമ്മയുടെ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ അച്ഛനെയും അമ്മയെയും 2, 3 പ്രതികളാക്കിയിട്ടുണ്ട് പോലീസ്. ഇവരെ 3 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും.